നമ്മളിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ് ദോശയുടെ റെസിപ്പിയാണ്, ഗീ റോസ്റ്റ് ദോശയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരവണ ഭവൻ സ്റ്റൈലിലൊക്കെ നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടൽസിലൊക്കെ കിട്ടില്ലേ, നല്ല വെളുത്ത കളറുള്ള കോക്കനട്ട് നാളികേര ചട്നി, ആ ഒരു ചട്നിയും കൂടി തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി റൈസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചരി എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നും അരിയൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ശേഷം നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മളിതിൽ അരിയും ഉഴുന്നെല്ലാം ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ അരിയൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റണം. നന്നായിട്ട് കുതിർന്ന് കിട്ടണം, എങ്കിലാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. പറ്റുമെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 6-7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലെ വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചിരിക്കുകയാണേ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരി കുതിർത്ത വെള്ളമൊന്നും അരയ്ക്കാനായിട്ട് എടുക്കുന്നില്ല, അത് കളഞ്ഞു കേട്ടോ. നമ്മൾ വേറെ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത്. കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. എനിക്കിത് മൊത്തം അരച്ചെടുക്കാനായിട്ട് 2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടി പോവേണ്ട, ഈ ഒരു അളവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ മൊത്തം ഒരു 2 കപ്പ് വെള്ളവും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു 1/4 കപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കി വേണം ചേർക്കാനായിട്ട്. തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത് കേട്ടോ. അപ്പം നമ്മളിത് മൊത്തത്തിലൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിവിടെ മാവ് ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് നന്നായിട്ട് ഫെർമെൻ്റായ ശേഷം ഉപ്പ് ചേർക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ആ ഒരു ദോശയ്ക്കൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ദോശ തവി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് കനം കുറച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിങ്ങനെ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ട് ഒരു 1-2 മിനിറ്റ് എന്തായാലും ഇങ്ങനെ വെക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തോ അല്ലെങ്കിൽ 2ആയിട്ട് മടക്കിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ നെയ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേര ചട്നി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയിട്ട് കൊടുക്കുകയാണ്. നാളികേരം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രൗൺ പാർട്ട് വരാണ്ട് ശ്രദ്ധിച്ചേക്കണേ. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണമൊക്കെ കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കാഷ്നട്ടിന് പകരം വേണമെങ്കിൽ പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ വെള്ളം എടുക്കാൻ നേരത്ത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എടുക്കണം കേട്ടോ. നമ്മളിതിങ്ങനെ ഇനി ചൂടാക്കണോ തിളപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു ചമ്മന്തിനെ ചെറിയൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതാണ് കേട്ടോ പരുവം നമ്മുടെ ചമ്മന്തി. ഇച്ചിരി തിക്കായിട്ടായിരിക്കുന്നത്, തീരെ ലൂസായിട്ട് പോകരുത്. ഞാനിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഒരു 1/4 ടീസ്പൂൺ കടുകും 1-2 കറിവേപ്പിൻ്റെ 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് കോക്കനട്ട് ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ നെയ് റോസ്റ്റും തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു കോക്കനട്ട് ചട്നിയും ഉണ്ട്. നല്ല വെള്ള കളറിലുള്ള ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. താങ്ക്